ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് പോലുള്ള ഷോസിൽ വരുമ്പോൾ അതിനകത്ത് വേറൊരു വിഭാഗം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ആൻറ്റി LGBT കമ്മ്യൂണിറ്റി തന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിനകത്ത് എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. കാരണം നമ്മളിനി എന്തൊക്കെ ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു പ്രോത്സാഹനമല്ല, ഒരു എൻകറേജ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ ഒരിക്കലും അത് സാധ്യതയല്ല. നമ്മുടെ ഇൻസൈഡ് ഓഫ് മൈൻഡിൽ നമ്മൾ കിടപ്പുണ്ട് ഹൂ ആം ഐ എന്നുള്ളത്. അതാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ചിത്രയുടെ കൂടെ നാം 365 ദിവസവും ഉണ്ടെന്ന് പറഞ്ഞാലും ചിത്രയ്ക്ക് ഒരു തരി പോലും ചിത്രയുടെ സെക്സും സെക്ഷുവാലിറ്റിയും ജെൻഡറും മാറുന്നില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ 5 വയസ്സ് മുതൽ ഞാൻ ഒരു ഫീമെയിൽ ആണെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കുറച്ച് മുതിർന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു ചേഞ്ച് ആകാൻ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. സീരിയസ്ലി എനിക്ക് എൻ്റെ സ്കൂളിലെ പെൺകുട്ടികളോട് ലവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, സീരിയസ്ലി. പക്ഷെ എനിക്ക്